മഹേശ്വരിയേ നമഃ. ലളിത സഹസ്രനാമം അർത്ഥം. ഇന്ന് 6 വരി നാമങ്ങളുടെ അർത്ഥമാണ് പറയുന്നത്. വരികൾ ഏതെല്ലാം എന്ന് നോക്കാം. ചരാചര ജഗന്നാഥ ചക്രരാജ നികേതന പാർവതി പത്മനയന പത്മരാഗ സമപ്രഭ പഞ്ചപ്രേതാസനാസീന പഞ്ചബ്രഹ്മസ്വരൂപിണി ചിന്മയി പരമാനന്ദ വിജ്ഞാന ഘനരൂപിണി ധ്യാനധ്യാതൃധ്യേയരൂപ ധർമാധർമ്മ വിവർജിത വിശ്വരൂപ ജാഗരണി സ്വപത്നി തൈജസാത്മിക സൂക്ത പ്രാജ്ഞാത്മിക ദുര്യ സർവാവസ്ഥ വിവർജിത സൃഷ്ടികർത്തി ബ്രഹ്മരൂപ ഗോപ്തി ഗോവിന്ദരൂപിണി സംഹാരിണി രുദ്രരൂപ തിരോധനകരീശ്വരി സദാശിവാനുഗ്രഹത പഞ്ചകൃത്യപരായണ ഭാനുമണ്ഡല മധ്യസ്ഥ ഭൈരവി ഭഗമാലിനി പത്മാസന ഭഗവതി പത്മനാഭ സഹോദരി. ഇത്രയും വരികളുടെ അർത്ഥമാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. ആദ്യം ചരാചര ജഗന്നാഥ ചക്രരാജ നികേതന. ചരാചര ജഗന്നാഥ, ജീവനുള്ളവയും അല്ലാത്തവയുമായ എല്ലാ പ്രപഞ്ച വസ്തുക്കളുടെയും അധീശ്വരിയാണ് ദേവി. അടുത്തത് ചക്രരാജ നികേതന. എല്ലാ ചക്രങ്ങളിലും വെച്ച് ഉത്കൃഷ്ടമായ ശ്രീചക്രത്തിലെ ആവരണങ്ങളിൽ നിന്നും വിഭൂതികളെ സന്നിവേശിപ്പിച്ചവളാണ് ദേവി. അടുത്തത് പാർവതി പത്മനയന പത്മരാഗ സമപ്രഭ. പാർവതിയാണ് ദേവി. അതായത് പർവ്വതരാജൻ്റെ മകളായ ഹിമവാൻ്റെ പുത്രിയാണ് ദേവി. പർവ്വതരാജനായ ഹിമവാൻ്റെ പുത്രിയാണ് ദേവി. പത്മനയന, താമരപ്പൂവിൻ്റെ ഇതളത്ത മനോഹരമായ നയനത്തോട് കൂടിയവള, കണ്ണുകളോട് കൂടിയവളാണ് ദേവി. പത്മരാഗ സമപ്രഭ, പത്മരാഗത്തിൻ്റെ അരുണവർണ്ണത്തോട് കൂടിയവളാണ്, ചുവപ്പ് നിറത്തോട് കൂടിയവളാണ് ദേവി. അടുത്തത് പഞ്ചപ്രേതാസനാസീന പഞ്ചബ്രഹ്മസ്വരൂപിണി. പഞ്ചപ്രേതാസനാസീന, ധ്യാനനിരതനായി ചലനമില്ലാതിരിക്കുന്ന ബ്രഹ്മാവ്, വിഷ്ണു, രുദ്രൻ, ഈശാനൻ എന്നിവർ കാലുകളായും സദാശിവൻ പലകയായുമുള്ള മഞ്ചത്തിലിരിക്കുന്നവളാണ് ദേവി. ഇതേ അർത്ഥം നമ്മൾ ഇതിൻ്റെ മുന്നേ ദേവിയെ വർണ്ണിക്കുമ്പോൾ പറഞ്ഞിരുന്നത്. ദേവിയുടെ പല ഭാവങ്ങൾ, പല സൂക്ഷ്മരൂപം, സ്ഥൂല രൂപത്തിലും വർണ്ണിക്കുന്നത് അത് വീണ്ടും വീണ്ടും ഓരോ ഭാവനയിൽ വരുന്ന ഒരേ നാമങ്ങൾ തന്നെയാണ് വീണ്ടും വരുന്നത്. പഞ്ചബ്രഹ്മസ്വരൂപിണി, പഞ്ചബ്രഹ്മങ്ങൾ സ്വരൂപമായിട്ടുള്ളവളാണ് ദേവി. അടുത്തത് ചിന്മയി പരമാനന്ദ വിജ്ഞാന ഘനരൂപിണി. ചിന്മയി ബോധസ്വരൂപിണിയാണ് ദേവി. പരമാനന്ദ നിറഞ്ഞ ആനന്ദത്തോട് കൂടിയവളാണ് ദേവി. വിജ്ഞാന ഘനരൂപിണി, ആത്മജ്ഞാനം ദേവി തന്നെയാണ്. എല്ലാ വിജ്ഞാനങ്ങളുടെയും അധീശ്വരി ദേവി തന്നെയാണ്. അടുത്തത് ധ്യാനധ്യാതൃധ്യേയ രൂപ ധർമാധർമ്മ വിവർജിത. ധ്യാനധ്യാതൃധ്യേയ രൂപ, ധ്യാനമെന്ന സാധനയും ധ്യാനിക്കുന്നവരും എല്ലാം ദേവി തന്നെയാണ്. അടുത്തത് ധർമാധർമ്മ വിവർജിത. ധർമാധർമ്മങ്ങൾ ഏൽക്കാത്തവളും ദേവി തന്നെയാണ്. അടുത്ത വരി വിശ്വരൂപ ജാഗരണി സ്വപത്നി തൈജസാത്മിക. വിശ്വരൂപ, വിശ്വം തന്നെ സ്വരൂപമായിട്ടുള്ളവളാണ് ദേവി. ജാഗരിണി, ഉണർന്നിരിക്കുന്ന അവസ്ഥയിലും ദേവി തന്നെയാണ് നമ്മുടെ ഉള്ളിൽ ഉള്ളത്. അടുത്തത് സ്വപത്നി, അതായത് സ്വപ്നാവസ്ഥയിൽ നമ്മളെ സ്വപ്നങ്ങളും സങ്കല്പങ്ങളും അവിടെയും എല്ലാം ദേവി തന്നെയാണ് ഉള്ളത്. അടുത്ത് തൈജസാത്മിക, തേജോമയമായ സ്വരൂപത്തോട് കൂടിയവളാണ് ദേവി. തേജോമയമായ രൂപം ധരിച്ചവളാണ് ദേവി. അടുത്തത് സൂക്ത പ്രാജ്ഞാത്മിക ദുര്യ സർവാവസ്ഥ വിവർജിത. സൂക്ത, ഗാഢമായ സുഷുപ്തിയിൽ ഇരിക്കുന്നവളാണ് ദേവി. പ്രാജ്ഞാത്മിക, പ്രാജ്ഞം എന്ന ജീവനായിരിക്കുന്നവളാണ് ദേവി. ദുര്യ, 4ാമത്തെ അവസ്ഥയിലുള്ള ബ്രഹ്മരൂപത്തെ അനുഭവപ്പെടുന്ന അവസ്ഥയിലുള്ളതും ദേവി തന്നെയാണ്. സർവാവസ്ഥ വിവർജിത, എല്ലാ അവസ്ഥകളിലും ഉൾക്കൊള്ളുന്നവളാണ് ദേവി. അടുത്തത് സൃഷ്ടികർത്തി ബ്രഹ്മരൂപ ഗോപ്ത്രി ഗോവിന്ദരൂപിണി. സൃഷ്ടികർത്തി, എല്ലാ സൃഷ്ടികൾക്കും കർത്താവായവളാണ് ദേവി. ബ്രഹ്മരൂപ, ബ്രഹ്മാവിൻ്റെ രൂപത്തോട് കൂടിയവളും ദേവി തന്നെയാണ്. ഗോപ്ത്രി, സൃഷ്ടിയിൽ എത്തിയവർക്ക് ഉള്ള രഹസ്യാവസ്ഥ എല്ലാം സൂക്ഷിക്കുന്നതും ദേവി തന്നെയാണ്. ഗോവിന്ദരൂപിണി, വിഷ്ണുവിന് ശക്തി കൊടുക്കുന്നതും ദേവി തന്നെയാണ്.
സംഹാരിണി രുദ്രരൂപ തിരോധനാകരീശ്വരി. സംഹാരിണി, ഈ പ്രപഞ്ചത്തെ സംഹരിക്കാൻ കഴിയുന്നവളും ദേവി തന്നെയാണ്. രുദ്രരൂപ, രുദ്രൻ്റെ രൂപത്തിൽ ഇരിക്കുന്നതും ദേവി തന്നെയാണ്. തിരോധനകരീശ്വരി, എല്ലാറ്റിൻ്റെയും തിരോധനം ചെയ്യുന്നവളും ദേവി തന്നെയാണ്. സദാശിവാനുഗ്രഹത പഞ്ചകൃത്യപരായണ. സദാശിവ, എല്ലാം ലയിക്കുന്നത് സദാശിവനിൽ, അതിനാൽ സദാശിവനിൽ ഇരിക്കുന്നതും ദേവി തന്നെയാണ്. അനുഗ്രഹത, സൃഷ്ടി നടക്കുന്ന ആരംഭത്തിൽ തന്മാത്രകളായി ഉണർന്നു വരുന്നതും അനുഗ്രഹം കൊടുക്കുന്നതും എല്ലാം ദേവി തന്നെയാണ്. പഞ്ചകൃത്യപരായണ, സൃഷ്ടിസ്ഥിതി സംഹാരം ഇതുമൂലം എല്ലാം സംഭവിക്കുന്നതും ദേവിയുടെ അനുഗ്രഹത്താലാണ്. ഇതിന് ശക്തി കൊടുക്കുന്നവളും ദേവി തന്നെയാണ്. സൃഷ്ടിക്കും സംഹാരത്തിനും ഉന്മൂലനം അനുഗ്രഹം ഈ കാര്യങ്ങൾക്കെല്ലാം ശക്തി കൊടുക്കുന്നതും ദേവി തന്നെയാണ്. ഭാനുമണ്ഡല മധ്യസ്ഥ ഭൈരവി ഭഗമാലിനി. ഭാനുസൂര്യൻ, സൂര്യമണ്ഡലത്തിൻ്റെ മധ്യത്തിൽ സ്ഥിതി ചെയ്യുന്നവരാണ് ദേവി. സൂര്യമണ്ഡലത്തിൻ്റെ മധ്യത്തിൽ സ്ഥിതി ചെയ്യുന്നവളാണ് ദേവി. അടുത്തത് ഭൈരവി, ഭൈരവൻ്റെ പത്നിയായവളാണ് ദേവി, അതായത് ഭയങ്കരമായ രൂപം ധരിച്ചവളാണ് ദേവി. ഭഗമാലിനി, 6 ഗുണങ്ങളും മാലയായി ധരിച്ചവളാണ് ദേവി. ഭഗമാലിനി മന്ത്രത്തിൻ്റെ ദേവത ദേവിയാണ്. 6 ഗുണങ്ങൾ എന്ന് പറഞ്ഞാൽ ശ്രീ, ഐശ്വര്യം, കീർത്തി, വീര്യം, വിജ്ഞാനം, ശ്രേയസ്, ഇതെല്ലാം ഈ ഗുണങ്ങളെല്ലാം കൂടിയവളാണ് ദേവി. ഇത് മാലയായി സ്വീകരിച്ചിരിക്കുന്നവളും ദേവി തന്നെയാണ്. അടുത്തത് പത്മാസന ഭഗവതി പത്മനാഭ സഹോദരി. പത്മാസന, താമരപ്പൂവിലിരിക്കുന്നവളാണ് ദേവി. ഭഗവതി, ദേവന്മാരാൽ ഭജിക്കപ്പെടുന്നവളും അനുഗ്രഹം നൽകുന്നവളും ദേവി തന്നെയാണ്. ഭജിക്കുന്നവരെ രക്ഷിക്കുന്നവൾ ദേവി തന്നെയാണ്. അതാണ് ഭഗവതി. ഭജിക്കുന്നവരെ രക്ഷപ്പെടുത്തുന്നവൾ ദേവി ഭഗവതി. അടുത്തത് പത്മനാഭ സഹോദരി, പത്മനാഭൻ്റെ സഹോദരിയായവളാണ്. ശ്രീകൃഷ്ണൻ്റെ സഹോദരിയായി യശോദയിൽ ജനിച്ചവളാണ് ദേവി. ഇനി അടുത്ത ദിവസം ബാക്കി കുറച്ച് നാമങ്ങളുടെ അർത്ഥങ്ങളുമായി വരാം. എല്ലാവർക്കും നമസ്കാരം. ഓം മഹേശ്വരിയേ നമഃ.